ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. ഇന്ന് നമ്മൾ കേട്ടറ്റിൻ്റെ ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിസിക്സിലെ ലൈറ്റ് എന്ന് പറഞ്ഞ സുപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈറ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫിനോമിനൻസ് ഒക്കെ പറയാറുണ്ട്. അപ്പം റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, ഡിസ്പേർഷൻ പോലെയുള്ള ഫിനോമിനൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിഫ്ലക്ഷൻ എന്താണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ മിററിൽ, പ്ലെയിൻ സർഫസിൽ ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ, ലൈറ്റ് റേ വന്ന് പതിക്കുന്ന സമയത്ത് അത് ടോട്ടലി അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്ത് പറയാറ്? റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം എന്ന് പറയാറ്. പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ എന്ന് പറയാറ്. വെൻ എ റേ ഓഫ് ലൈറ്റ് ഫാൾസ് ഓൺ എനി ഒബ്ജെക്ട്, light from the object bounces back, bounces back those rays of light to our eyes, and this phenomenon is known as reflection. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഇൻസിഡന്റ് ചെയ്ത റേ അതേപോലെ it is getting bouncing back to the same medium. This phenomenon, this bouncing back is what is called as reflection അഥവാ പ്രതിഫലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The ray of light that approaches the mirror is known as incident ray, and the ray that leaves the mirror is called as reflected ray. അപ്പം ഈ ഒരു പ്ലെയിൻ മിററിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന റേ, വന്ന് പതിക്കുന്ന റേ നമ്മൾ പതനരശ്മി അഥവാ ഇൻസിഡന്റ് റേ എന്ന് പറയും. പതനരശ്മി, ഇൻസിഡന്റ് റേ. റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന ആ രശ്മിയെ നമ്മൾ എന്ത് പറയുന്നു? റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിഫലന രശ്മി എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു ഇമാജിനറി ലൈൻ, ഈ ഒരു പ്ലെയിനിനെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ഇമാജിനറി ലൈൻ വരച്ചാൽ അതിനെ നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നു. ആ നോർമലുമായിട്ട് നമ്മുടെ ഇൻസിഡന്റ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ, കോണിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻസിഡന്റ് ആംഗിൾ അഥവാ ഐ എന്ന് വിളിക്കും. ചില ടെക്സ്റ്റ് ബുക്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തീറ്റ ഐ എന്നും കാണാറുണ്ട് കേട്ടോ. തീറ്റ ഐ എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് ആംഗിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ സിമിലർലി റിഫ്ലക്റ്റഡ് റേ ഉണ്ടാവും. ആ റിഫ്ലക്റ്റഡ് റേ ഇതേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റിഫ്ലക്റ്റഡ് ആംഗിൾ, ആംഗിൾ ഓഫ് റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നു. ആംഗിൾ ഓഫ് റിഫ്ലക്ഷനെ തീറ്റ ആർ എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സിംപ്ലി ഐ ആൻഡ് ആർ എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഓർത്ത് വെക്കുക. ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്റ്റഡ് റേ ഉണ്ട്. നോർമൽ എന്താണെന്ന് ഓർത്ത് വെക്കുക. ആ നോർമൽ എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റഡ് റേയും ഇൻസിഡന്റ് റേനെയും റിഫ്ലക്റ്റഡ് റേനെയും ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻസ്? ദിസ് ഐ ആൻഡ് ആർ ഷുഡ് ബി സെയിം അല്ലെ? ഈ നോർമല് ഈ റിഫ്ലക്റ്റഡ് റേനെയും ഈ ഇൻസിഡന്റ് റേനെയും ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദിസ് ഐ ഇസ് ഈക്വൽ ടു ആർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ ആസ് വെൽ. നമ്മൾ പറയും അത്. ഓക്കെ, സോ ഇൻസിഡന്റ് ആംഗിൾ എന്താണ്, റിഫ്ലക്റ്റഡ് ആംഗിൾ എന്താണ്, റിഫ്ലക്റ്റഡ് റേ എന്താണ്, ഇൻസിഡന്റ് റേ എന്താണ്, നോർമൽ എന്താണ് എന്നൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കും. ദെൻ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അല്ലെ? ഈ റിഫ്ലക്ഷൻ സംഭവിക്കുന്ന സമയത്ത്, പ്രതിഫലനം സംഭവിക്കുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് 2 ലോസ് ആണ്. അതിൽ ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഈ 3 റേകളും 3 രേഖകളും നമ്മൾ വരച്ചിട്ടുള്ളത് ഒരേ പ്ലെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ലോ. ദ ആംഗിൾ ഓഫ് ദ ഇൻസിഡന്റ് റേ, ദ നോർമൽ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ലോ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ്? ദ നോർമൽ ഡിവൈഡ്സ് ദ ഇൻസിഡന്റ് റേ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ ഈക്വലി എന്ന് പറഞ്ഞു. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പ്രതിഫലന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ. ദാറ്റ് മീൻസ് ഐ ഇസ് ഈക്വൽ ടു ആർ. ക്ലിയർ? ദീസ് 2 ആർ നോൺ ആസ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. പ്രകാശത്തിന്റെ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ലോസ് ആണ് ഈ പറഞ്ഞത്. ക്ലിയർ? സോ അതാണ് നമ്മൾ ഈ ഇമേജിലൂടെ കാണിച്ചത്. കൃത്യമായിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കി പോയാൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിലും ചെറിയ ചില ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. എക്സാക്ട്ലി ഈക്വൽ ആണ് എന്നുള്ള ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഫിനോമിനൻ ഇസ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താ അപവർത്തനം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളൊരു സ്കെയില് മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ സ്കെയിൽ ഇങ്ങനെ ഒടിഞ്ഞതുപോലെ കാണാം അല്ലേ? അങ്ങനെ ഒടിഞ്ഞതുപോലെ കാണണമെങ്കിൽ അതെന്ത് കാരണമാണ്? പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറഞ്ഞ ഫിനോമിനൻ കാരണമാണ് എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിഫ്രാക്ഷൻ എന്താണ് എന്ന് പറഞ്ഞാൽ, റിഫ്രാക്ഷൻ ഇസ് ദ ബെൻഡിങ് ഓഫ്
a wave, bending of the light wave when it passes from one medium to another medium. അപ്പം നമുക്ക് ഇങ്ങനെ ഇതിന്റെ മുകളിലോട്ടുള്ളത് എയർ എന്ന് പറഞ്ഞ മീഡിയം ആണെന്ന് വിചാരിക്കുക, ഇവിടെ വാട്ടർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിന്റെ ഒരു ബൗണ്ടറി ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എയറിൽ നിന്നും ഒരു ലൈറ്റ് റേ നമ്മൾ വെള്ളത്തിലേക്ക് ഇൻസിഡന്റ് ചെയ്യിക്കുകയാണെങ്കിൽ അത് ആ വാട്ടറിലേക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനെ പോവേണ്ടതിന് പകരം ഇറ്റ് വിൽ ഹാവ് എ ഡീവിയേഷൻ. അതിന് ഇവിടുന്ന് ഇങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക. സി, അപ്പൊ ഇറ്റ് ഗെറ്റ്സ് ഡീവിയേറ്റഡ് അല്ലെ, ബെൻഡിങ് ഉണ്ടായി. ദിസ് ബെൻഡിങ് ഫിനോമിനൻ ഇസ് വാട്ട് ഇസ് നോൺ ആസ് വാട്ട്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നു. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ കോൾ ദിസ്, ഈ പതിക്കുന്ന രശ്മിയെ നമുക്ക് പതനരശ്മി അഥവാ ഇൻസിഡന്റ് റേ എന്ന് പറയാൻ പറ്റും. ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, റിഫ്രാക്റ്റഡ് റേ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നോർമൽ വരയ്ക്കാൻ പറ്റും. ദിസ് ഇസ് എ നോർമൽ. ഈ നോർമലുമായിട്ട് ഇൻസിഡന്റ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇൻസിഡന്റ് ആംഗിൾ. അതിന് നമുക്ക് ഐ എന്ന് വിളിക്കാൻ പറ്റും. ഇവിടെ ഈ നോർമലുമായിട്ട് റിഫ്രാക്റ്റഡ് റേ ഉണ്ടാക്കുന്ന ആംഗിളിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ആർ എന്നും വിളിക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് ഐ ആൻഡ് ദിസ് ഇസ് ആർ. അതുമായി ബന്ധപ്പെട്ടുള്ള ഹൗ ഇറ്റ് ഇസ് കണക്റ്റഡ് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദിസ് ഇസ് റിഫ്രാക്ഷൻ. ദ റിഫ്രാക്ഷൻ മേക്ക് ഇറ്റ് പോസിബിൾ for us to have optical instruments such as magnifying glasses, lenses, prisms. ഇതിന്റെ ഒക്കെ പ്രവർത്തന തത്വം റിഫ്രാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ലേറ്റർ ക്ലാസ്സുകളിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിസവും ലെൻസും ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് വഴിയെ നമ്മൾ പഠിക്കും. ഇറ്റ് ഇസ് ഓൾസോ ബിക്കോസ് ഓഫ് ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ദാറ്റ് വി ആർ ഏബിൾ ടു ഫോക്കസ് ലൈറ്റ് ഓൺ അവർ റെറ്റിന. നമുക്ക് കാഴ്ച സാധ്യമാകുന്നതും റിഫ്രാക്ഷൻ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ട്. കണ്ണിന്റെ പ്രവർത്തനമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കോ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കോ വാട്ടറിലേക്കോ എന്തെങ്കിലും ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ള ഏതെങ്കിലും മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക്. ഓക്കെ, ക്ലിയർ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ള മാധ്യമങ്ങളിൽ നിന്നും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ പ്രതിഭാസം ഉണ്ടാവുന്നത്. ക്ലിയർ? സോ ദിസ് ഇസ് ഐ ആൻഡ് ദിസ് ഇസ് ആർ. ഓർത്ത് വെക്കുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ നമ്മൾ തീറ്റ ഐ എന്നും തീറ്റ ആർ എന്നും ഉപയോഗിച്ച് കാണാറുണ്ട് കേട്ടോ പലയിടങ്ങളിലും നൊട്ടേഷൻ. When the light travels from air into glass, the light slows down and changes the direction slightly. When the light travels from a less dense substance to a denser substance, അപ്പോൾ റെയറർ ആയിട്ടുള്ളതിൽ നിന്നും കൂടുതൽ ഡെൻസിറ്റി കൂടിയ സബ്സ്റ്റൻസിലേക്ക്, ടു എ ഡെൻസർ സബ്സ്റ്റൻസ്, ദ റിഫ്രാക്റ്റഡ് റേ ബെൻസ് മോർ ടുവേർഡ്സ് ദ നോർമൽ. അപ്പം അതും ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറഞ്ഞത്, ലൈറ്റ് ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും അതിനേക്കാളും ഡെൻസിറ്റി കൂടിയ മാധ്യമത്തിലേക്കാണ് പതിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇറ്റ് ഈസ് ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമൽ. നമ്മൾ നേരത്തെ വരച്ചല്ലോ, ഇതാ ഇവിടുന്ന് ഇത് നോർമലിന്റെ അടുത്തേക്കാണ് ആവുക. ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാവുമ്പോൾ നോർമലിന് അടുത്തേക്കാണ് വരിക. തിരിച്ചാണെങ്കിലോ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ബെൻസ് എവേ ഫ്രം ദ നോർമൽ. ക്ലിയർ? ഓർത്ത് വെക്കണേ, എപ്പോഴാണ് അടുത്തോട്ട് എപ്പോഴാണ് ദൂരത്തേക്ക് മാറുന്നത്, ആ ഡീവിയേഷനിൽ വ്യത്യാസം ഉണ്ടാവുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഓർത്ത് പോവാം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, if the light wave approaches the boundary in a perpendicular direction, the light ray doesn't refract despite the change in the speed. Speed ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യം. പിന്നെ നമുക്ക് പറയാനുള്ളത് ലോസ് ആണ് അല്ലേ. നമ്മൾ റിഫ്ലക്ഷനിൽ 2 ലോ പറഞ്ഞു. അതേപോലെ ഫസ്റ്റ് ലോ ഇസ് വെരി സിമിലർ, ദാറ്റ് ഇൻസിഡന്റ് റേ ആൻഡ് ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ, ദീസ് 3 റേസ് ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ എന്ന് പറയുന്നതാണ്. ഒന്നാമത്തത് ദ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ and the normal to the interference of the two media at the point of incidence all lie on the same plane. Okay, ഒന്നാമത്തെ ലോ നമുക്കറിയാം. രണ്ടാമത്തെ ലോ which is known as Snell's law, very important. നമ്മൾ എപ്പോൾ ലൈറ്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും അല്ലാതെ അപ്ലിക്കേഷൻ ലെവലിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത്. സ്നെൽസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൈൻ ഓഫ് ദ, നമ്മൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ട്, ഇവിടെ ഒരു നോർമൽ ഉണ്ട്, ഇങ്ങനെ വന്നു, ദിസ് ഇസ് ഐ ആൻഡ് ദിസ് ഇസ് ആർ.
അല്ലെ? ഈ ഇൻസിഡന്റ് ആംഗിളും റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്ന ലോ ആണ് സ്നെൽസ് ലോ. ഓക്കെ, ഇറ്റ് സേസ് ദാറ്റ് സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയ n എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. n2/n1 എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട്. ഇവിടെയുള്ള ഇത് n1 ഇവിടെയുള്ളത് n2 ആണെങ്കിൽ വി വിൽ റൈറ്റ് ഇറ്റ് ആസ് n2/n1. ഓക്കെ, ദ റേഷ്യോ ഓഫ് ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് to the sine of the angle of refraction is a constant. This constant is what is called as what? This is also known as Snell's law of refraction എന്ന് പറഞ്ഞു. സോ ഇതിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കോൺസ്റ്റന്റ് നമ്മൾ പറയുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലിയർ? See this. Snell's law is sin θ2 by sin θ1 is equal to n1/n2. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇപ്പൊ നമ്മൾ എഴുതിയ രീതിയിലാണ് എഴുതുന്നതെങ്കിൽ sin i ഡിവൈഡഡ് ബൈ sin r എന്നാണെങ്കിൽ നമ്മളിവിടെ n2 ഡിവൈഡഡ് ബൈ n1 എഴുതും. അതിനെ വേറൊരു ഫോമിൽ എഴുതിയെന്നേ ഉള്ളൂ. θ1ഉം θ2ഉം n1 n2 തിരിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്നെൽസ് ലോ എന്ന് പറയുന്നത്. സ്നെൽസ് ലോ. അപ്പം n2 n1 എന്ന് പറയുന്നത് രണ്ട് മീഡിയം നമ്മൾ എടുത്തു. ആ രണ്ട് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളാണ് n1ഉം n2ഉം. ഓക്കെ, ഓരോ മീഡിയത്തിനും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. എയറിന് ഒരു പെർട്ടിക്കുലർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും, വാട്ടർ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിരിക്കും, പിന്നെന്താ ഗ്ലാസ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയത്തിനനുസരിച്ച് മാറുന്ന ഒരു കോൺസ്റ്റന്റ് ആവും. ആ ഒരു മീഡിയത്തിന് അത് എല്ലായിടത്തും ഒരേ വാല്യൂ ആയിരിക്കും. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ കോൺസ്റ്റന്റ്. ക്ലിയർ? സോ ദിസ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് സ്നെൽസ് ലോ. അപ്പോൾ നമ്മൾ രണ്ട് ലോ പറഞ്ഞു. റിഫ്ലക്ഷന്റെ ലോ പറഞ്ഞതുപോലെ തന്നെ റിഫ്രാക്ഷനും നമ്മൾ രണ്ട് ലോ പറഞ്ഞു. ക്ലിയർ? ഇനി ആപ്ലിക്കേഷൻ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് കാണുന്നതും അനുഭവിക്കുന്നതും ഉപയോഗപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ഫിനോമിനയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. A lens uses refraction to form an image of an object for various purposes such as magnification. അല്ലെ, ലെൻസുകൾ ഉപയോഗിച്ച് നമ്മൾ വലുതായി കാണാൻ വേണ്ടി മാഗ്നിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ലെൻസസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയും ഉണ്ടാവുന്നത് എന്താണ്? റിഫ്രാക്ഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സ്പെക്സുകൾ അല്ലെ, സ്പെക്ടക്കിൾസ് worn by people with defective vision uses the principle of refraction. നമുക്കറിയാം, അതും നമ്മൾ ഐ വിഷനുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ പോലെയുള്ള അല്ലെ, ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും പോലെയുള്ള കണ്ണിന്റെ ഡിഫക്റ്റുകളെ നമ്മൾ കണ്ണട വെച്ചുകൊണ്ട് അത് ദൂരീകരിക്കുന്നുണ്ട്. കണ്ണട വെക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ്. ആ കറക്ഷൻ നടക്കുന്നതിലും റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ നടന്നുകൊണ്ടാണ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് കറക്റ്റഡ്. ഓക്കെ, അപ്പം നമ്മൾ ധരിക്കുന്ന സ്പെക്സുകളിൽ സ്പെക്സ് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ആ ഒരു പ്രൊസീജിയർ ഇല്ലേ, അവിടെ നടക്കുന്നതും റിഫ്രാക്ഷൻ ആണ്. ദെൻ റിഫ്രാക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ p-holes ഓഫ് ഹൗസ് ഡോർസ്, ക്യാമറാസ്, മൂവി പ്രൊജക്ടേഴ്സ് ആൻഡ് ടെലസ്കോപ്പ്. നമ്മളിപ്പോൾ മാഗ്നിഫിക്കേഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ടെലസ്കോപ്പുകളിൽ, മൂവി പ്രൊജക്ടറുകളിൽ, ക്യാമറകളിൽ, പിന്നെ നമ്മുടെ പീപ്പ് ഹോളുകളിലെ ഡോറിന്റെ ഒക്കെ ഉള്ളിൽ പുറത്താരാ വന്നിട്ടുള്ളതെന്ന് കാണാനുള്ള ചെറിയ ഹോൾ ഉണ്ടാവില്ലേ, ആ ഹോളിലും ലെൻസാണ് വെച്ചിട്ടുള്ളത്. അവിടെയൊക്കെ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. മിറാഷ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ലൂമിങ്ങും മിറാഷും ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് ആണ്. അതായത് നമുക്ക് ഉള്ളതായിട്ട് തോന്നുന്നത് മരീചിക എന്ന് പറയുന്നുണ്ട്, മലയാളം മരീചിക അല്ലെ. മരുഭൂമിയിലൊക്കെ നമുക്ക് ദൂരെ വെള്ളം ഉള്ളതുപോലെ കാണുന്നത് യഥാർത്ഥത്തിൽ വെള്ളത്തിന്റെ സാന്നിധ്യം അല്ലായിരിക്കും, അത് റിഫ്രാക്ഷൻ കാരണം സംഭവിക്കുന്നതാണ്. അപ്പം മരീചിക, മിറാഷ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ലൈറ്റിന്റെ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ കാരണമാണ് ഉണ്ടാവുന്നത്. A swimming pool always look shallower than it really is because the light coming from the bottom of the pool bends at the surface due to the refraction. Very important. മറ്റൊരു അപ്ലിക്കേഷൻ ആണ്. നമ്മളിപ്പോൾ കുളമൊക്കെ കാണുന്ന സമയത്ത്, സ്വിമ്മിംഗ് പൂളൊക്കെ കാണുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതിനുള്ളതിനേക്കാൾ ആഴം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്നതാണ്. അങ്ങനെ തോന്നാൻ കാരണം എന്താണ്? ലൈറ്റ് ഇങ്ങനെ എയറിൽ നിന്നും വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ ബെൻഡിങ് സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കണ്ണിലെത്തുമ്പോഴത്തേക്ക് ആ ഡിഫറൻസ് ഉണ്ടാകുന്നത്. അതും റിഫ്രാക്ഷൻ കാരണമാണ്. പിന്നെ എന്താണ്? ഫോർമേഷൻ ഓഫ് റെയിൻബോ is an example of refraction as the sun rays bends through the raindrops resulting in the rainbow. അപ്പോൾ റെയിൻബോയുടെ പിന്നിലുള്ള പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് റിഫ്രാക്ഷൻ മാത്രം എഴുതാൻ പറ്റില്ല. കാരണം അവിടെ ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യൻ എന്താണ്, അതിൻ്റെ ഓപ്ഷൻസ് ഏതാണുള്ളത് എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കി എഴുതുക. ഓൾ ഓഫ് ദ എബോ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ഐ മീൻ ഡിസ്പേർഷൻ, റിഫ്രാക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഓൾ ഓഫ് ദ എബോ എന്നാണെങ്കിൽ വി ഷുഡ് ചൂസ് ഓൾ ഓഫ് ദ എബോ. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സ്കാറ്ററിംഗ് പോലെയുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ട് അതിലിപ്പോൾ ഡിസ്പേർഷൻ ഉണ്ടെങ്കിൽ ഡിസ്പേർഷൻ എഴുതാം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മാത്രമേ അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ എങ്കിൽ നമുക്ക് അത് എഴുതാം. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ എന്തൊക്കെയാണ് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്താൻ. ഓക്കെ, അപ്പോൾ റെയിൻബോയുടെ പിന്നിൽ റിഫ്രാക്ഷനും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. When the white light passes through a prism, it is splitting into its component colors, red, orange, yellow, green, blue, violet, due to the refraction of light. ഇവിടെയും നമ്മൾ എന്താണ് ഡിസ്പേർഷൻ എന്ന് പറയും. അതുപോലെ അവിടെയും ഈ ഡിസ്പേർഷൻ സംഭവിക്കണമെങ്കിൽ ഈ പ്രിസം അല്ലേ, നമ്മളിങ്ങനെ ഒരു പ്രിസം എടുത്താൽ അവിടേക്ക് ഒരു വൈറ്റ് ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കുന്നു, ലൈറ്റ് റേസ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോവാണ് അല്ലേ, പല അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഗ്ലാസ് എന്ന മീഡിയത്തിൽ നിന്നും എയർ എന്ന മീഡിയത്തിലേക്ക് ഉണ്ടാവുന്ന ആ ഒരു പാത്തിൽ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്, അവിടെയും റിഫ്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമൊക്കെയാണ് എന്തുമായി ബന്ധപ്പെട്ടുള്ളത്, ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ഒപ്റ്റിക്കൽ ടേം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്താ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് ഓർ അതർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ബൈ മാറ്റർ. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ട്രാൻസ്മിഷനെയാണ് ആക്ച്വലി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി പ്രോസസ് ഓഫ് എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻസ് വിച്ച് ഇൻക്ലൂഡ്സ് ദ ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ്, ആറ്റംസ്, അയോൺസ്. അപ്പം ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഇന്ററാക്ഷൻസിന്റെ ഭാഗമായിട്ട് എമിഷനും അബ്സോർപ്ഷനും നടക്കുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് വാട്ട് ഇസ് കോൾഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. Okay, when a beam of light interacts with the absorbing atoms, absorption takes place. It depends on the sample's thickness. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തിനനുസരിച്ചൊക്കെ മാറും, എന്താണ് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ, ആ സാമ്പിളിന്റെ തിക്നെസ്സും കോൺസെൻട്രേഷനും എന്താണോ എന്നുള്ളതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഇറ്റ് ഇസ് ഓഫൻ സെറ്റ് ടു ബി ഐഡന്റിക്കൽ ടു ദ അബ്സോർബൻസ്. അത് നമ്മൾ ലേറ്റർ ക്ലാസ്സിൽ അബ്സോർബൻസ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അബ്സോർബൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിനെയും മനസ്സിലാക്കാം. ഇറ്റ് ഇസ് ദ ലോഗരിതമിക് റേഷ്യോ ഓഫ് ദ ഫാളിംഗ് റേഡിയേഷൻ ടു ദ ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻസ് ത്രൂ എ മെറ്റീരിയൽ. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ ആണിത്. എന്താണ്, ഒരു അബ്സോർബിങ് ഒരു മെറ്റീരിയലിലേക്ക് റേസ് പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻസിഡന്റ് ചെയ്യുന്ന അല്ലെ, അതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഉണ്ടാവും. അപ്പം ആ എത്തുന്ന റേഡിയേഷനും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേഡിയേഷനും തമ്മിലുള്ള ലോഗരിതമിക് റേഷ്യോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ബി മാത്തമാറ്റിക്കലി റിട്ടൺ ആസ് സി ലോഗരിതം ഓഫ് I0 ഡിവൈഡഡ് ബൈ I എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ലോഗരിതം ലോഗ് ബേസ് 10 1/t എന്ന് എഴുതിയാൽ ദിസ് ഇസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. സോ ദിസ് T ഈസ് ട്രാൻസ്മിറ്റൻസ്. ഇവിടെ കണ്ടില്ലേ, ഇൻസിഡന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ട്രാൻസ്മിറ്റഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ. ക്ലിയർ? സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ലോഗരിതം ഓഫ് 10 of 1/t എന്ന് എഴുതാൻ പറ്റും. വേർ T ഈസ് ദ ട്രാൻസ്മിറ്റൻസ്. എത്രമാത്രം ട്രാൻസ്മിറ്റ് ചെയ്യാൻ അതിന് പറ്റി എന്നുള്ള കഴിവാണ് ട്രാൻസ്മിറ്റൻസ്. ദ ഹയർ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ദ ലോവർ ദ ട്രാൻസ്മിറ്റൻസ്. ഇമ്പോർട്ടൻറ്റ്. ട്രാൻസ്മിറ്റൻസ് കുറവാവുന്ന സമയത്ത് ഒരു മെറ്റീരിയലിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് ട്രാൻസ്മിറ്റൻസ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അതിപ്പോൾ നമുക്ക് ഈ ഒരു എന്താ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ദേ ആർ ഇൻവേഴ്സ്ലി റിലേഷൻ. ഒന്ന് കൂടുന്ന സമയത്ത് മറ്റത് കുറവായിരിക്കും. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വേഴ്സസ് അബ്സോർബൻസ്. നമ്മൾ പറഞ്ഞില്ലേ അബ്സോർബൻസ് എന്താണെന്ന് നമുക്ക് പറയണം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മെഷേഴ്സ് ദ ഡിഗ്രി of the angle to which a particular medium slows down the speed of the transmitted light. വേറൊരു ഡെഫിനേഷനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്ത് ചെയ്യുന്നത്, എത്രമാത്രം ഒരു പാർട്ടിക്കിളിൽ ഒരു മീഡിയത്തിലോടുകൂടി ലൈറ്റ് റേസ് പാസ് ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡിനെ എത്രമാത്രം കുറയ്ക്കുന്നു ആ മെറ്റീരിയൽ എന്നുള്ളതിൻ്റെ മെഷറാണ് എന്ത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ലോഗ് I0/I എന്ന് പറയുന്നത്. അബ്സോർബൻസ് ആവട്ടെ എന്താണ്, അബ്സോർബൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കപ്പാസിറ്റി ഓഫ് എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ടു അബ്സോർബ് capacity of an
particular object or a medium to absorb the transmitted light that is of a specific wavelength. അപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് റേസിനെ ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പം അത് എത്രമാത്രം ആ മീഡിയം അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന മെഷറാണ്. ഓക്കെ, ആ മീഡിയം എത്രമാത്രം അതിന് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സോർബൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് അബ്സോർബൻസ് ഇസ് log I0/I എന്ന് നമ്മൾ എഴുതാൻ പറ്റും. അപ്പം അതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ചെറിയ ചില പോയിന്റുകളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കേട്ടിട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാറ്റഗറി 1, 2, 3, 4 എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എഡ്ഫിൽ ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പെക്യുലാരിറ്റി. പിന്നെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കവർ ചെയ്തു പോകുന്ന ഓരോ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോപ്പപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് അതത് ക്ലാസ് കഴിയുമ്പോഴേക്ക് എത്തും. അത് കൂടാതെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും റെഗുലർലി അവൈലബിൾ ആയിരിക്കും. പിന്നെ ഉള്ളത് Q&A ലൈവ് സെഷൻസ് ആണ്. ലൈവ് സെഷൻസിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകനുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ഷൻസ് പോസിബിൾ ആണ്. നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആ സെഷനിൽ ചെയ്യാൻ പറ്റും. പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും. ആ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ കവർ ചെയ്ത പാഠഭാഗങ്ങളെ കൃത്യമായിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. ഓൾസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ഡിസ്കഷൻസും അല്ലേ. നമുക്കറിയാം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ തറവായിട്ട് പഠിക്കുക എന്നുള്ളതൊരു ടാർഗറ്റാണ്. അപ്പം ആ കാര്യങ്ങൾ കൂടെ എഡ്ഫിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ സ്റ്റഡി ട്രാക്കറുകൾ ഉണ്ടായിരിക്കും. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കും. മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടാവും അല്ലേ. നമുക്ക് വേണ്ട എല്ലാ മോട്ടിവേഷൻസും തരാൻ പ്രാപ്തരായിട്ടുള്ള വിങ് കൂടെ എഡ്ഫിലിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം അത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എഡ്ഫിലുണ്ട്. സോ യു ക്യാൻ ജോയിൻ എഡ്ഫിൽ ആൻഡ് യു ക്യാൻ ക്രാക്ക് KTET. ഓക്കെ, ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ വീഡിയോസ് അവൈലബിൾ ആയിട്ടുണ്ട്, ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുണ്ടാകും, ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുണ്ടാകും. ആ ക്ലാസ്സുകളൊക്കെ കേട്ട് നോക്കിയാൽ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദിസ്. ഓക്കെ, അങ്ങനെ ആപ്പിൽ കയറി ഡൗൺലോഡ് ചെയ്യുക, ക്ലാസ്സസ് ഫ്രീ സെഷൻസ് ഒക്കെ കേട്ട് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്നാണ് അല്ലേ. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പൂർണ്ണാന്തര പ്രതിഫലനം എന്നൊക്കെ നമ്മൾ പഠിക്കും അല്ലെ. പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഇവിടെ റിഫ്ലക്ഷനും സംഭവിക്കുന്നുണ്ട്, റിഫ്രാക്ഷനും സംഭവിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ഇത് എയറും ഇത് വാട്ടർ മീഡിയം, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട് ഇവിടെ ഇങ്ങനെ അല്ലേ. അപ്പം വാട്ടറിൽ നിന്ന് എയറിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, ലൈറ്റ് റേ പോകുന്നുണ്ട്. സോ നാച്ചുറലി രണ്ട് മീഡിയം ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിഫ്രാക്റ്റഡ് അല്ലെ. റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, അപവർത്തനം സംഭവിക്കുന്നു, ബെൻഡിങ് ഓഫ് ലൈറ്റ് സംഭവിക്കുന്നു. ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഉണ്ട്. ഇതിന് നമ്മൾ കുറച്ചും കൂടെ ചരിച്ചിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പം എന്ത് സംഭവിക്കും? ഇത് വീണ്ടും നോർമലിൽ നിന്ന് ഡീവിയേറ്റഡ് ആയി അല്ലേ. പിന്നെയും നമ്മൾ ഇൻസിഡന്റ് റേനെ കുറച്ചും കൂടെ ചരിക്കുന്നു. കുറച്ചും കൂടെ ചരിച്ചപ്പോൾ എന്തായി? ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ ദിസ് അല്ലേ. നമ്മുടെ ഈ ബൗണ്ടറിയിലൂടെയായി സംഭവിക്കുന്നത് അല്ലേ. ഇനിയും നമ്മൾ ചരിച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ചരിച്ചു കഴിയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആംഗിളിൻ്റെ എത്തുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഇറ്റ് ഈസ് കമ്മിങ് ബൗൺസിങ് ബാക്ക് ടു ദ സെയിം മീഡിയം അല്ലേ. ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഓരോരോന്ന് സംഭവിച്ച് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഒരു പ്രത്യേക ആംഗിൾ എത്തിയ സമയത്ത് അത് അതിൻ്റെ ബൗണ്ടറി കൂടെ തന്നെ പോയി. ആ പ്രത്യേക ആംഗിളിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം കേട്ടോ. ക്രിട്ടിക്കൽ ആംഗിൾ IC എന്ന് എഴുതും. ക്രിട്ടിക്കൽ ആംഗിൾ ആവുന്ന സമയത്ത് റിഫ്രാക്ഷൻ മാറിയിട്ട് അതെന്ത് സംഭവിച്ചു? ബൗണ്ടറി കൂടെ തന്നെ പോയി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാക്കുന്നു നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അങ്ങനെ ആവുന്ന സമയത്ത് ദിസ് ലൈറ്റ് റേ ഈസ് റിഫ്ലക്റ്റിംഗ് ബാക്ക് ടു ദ സെയിം മീഡിയം അല്ലേ. സെയിം മീഡിയത്തിലേക്ക് തിരിച്ച് ബൗൺസ് ചെയ്യുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പൂർണ്ണമായിട്ടും അത് ഇന്റേണലി റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് സിംപ്ലി ദ ഫിനോമിനൻ. ക്ലിയർ? നോക്കാം. The total internal reflection is the optical phenomenon in which waves arriving at the
interference from one medium to another are not refracted into the second medium, but completely it is reflecting back into the first medium itself. Total internal reflection allows light to be contained and guided along very thin fibers. അപ്പം ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബറുകളാണ് കേട്ടോ. ഒപ്റ്റിക്കൽ ഫൈബർ ഞാൻ കാണിക്കാം എങ്ങനെയാണ് അതിൽ നടക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇത് കണ്ടോ. ഒപ്റ്റിക്കൽ ഫൈബറിന് ഇങ്ങനെ ഒരു ഉള്ളിൽ ഒരു ക്ലാഡിങ്ങും കോറും പുറത്തൊരു ക്ലാഡിങ്ങും ഉണ്ടാവും. ആ കോറിന്റെ അകത്തൂടെ നമ്മൾ കുറേ ലൈറ്റ് റേസിനെ പാസ് ചെയ്യിക്കും. അപ്പോൾ ഇവിടെ ഈ ബൗണ്ടറി ഉണ്ടാവില്ലേ, ക്ലാഡിനും കോറിനും ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളായിരിക്കും. N1, N2, N3 അങ്ങനെ ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളായിരിക്കും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യാസപ്പെടുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? ദർ വിൽ ബി റിഫ്രാക്ഷൻ സംഭവിക്കും. അത് ഇവിടെ ഇങ്ങനെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ച് അകത്തോട്ട് വന്ന് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് തന്നെ അത് കണ്ടെയ്ൻ ചെയ്യപ്പെടുകയും ലോങ് ഡിസ്റ്റൻസ് വരെ നമുക്ക് വേറെ ഡിസ്റ്റർബൻസുകളും പവർ എനർജി ലോസ് ഒന്നും ഇല്ലാതെ നമുക്ക് ട്രാൻസ്മിഷൻസിന് സാധിക്കുകയും ചെയ്യും. ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഓക്കെ, ദിസ് ഇസ് ഈ അകത്ത് സംഭവിക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ലൈറ്റിനെ അത്രയും ദൂരം ക്യാരി ചെയ്യാനും ലോസ് ഇല്ലാതിരിക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, ഫിനോമിനൻ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പിന്നെ ഇത് കൂടാതെ നമുക്ക് എന്തൊക്കെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മിറാഷ് അല്ലെ, മരീചികയിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അതുപോലെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കുറച്ചും കൂടെ കൃത്യമായിട്ട് ഫിസിക്സ് പറഞ്ഞു വരുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് മിറാഷിന് കാരണമായിട്ടുള്ളത്. പിന്നെ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് അല്ലേ, നമ്മുടെ വജ്രത്തിന്റെ തിളക്കത്തിന് അത്രമേൽ തിളക്കമുള്ള ഇതാവുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതും എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്റ്റിംഗ് പ്രിസംസിലൊക്കെ നടക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമ്മൾ പഠിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അത് മൂന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? മറ്റ് ഫിനോമിനൻസ് ഇതുപോലെയുള്ള ഡിസ്പേർഷൻ പോലെയുള്ള സ്കാറ്ററിംഗ് പോലെയുള്ള മറ്റ് ഫിനോമിനൻസ് കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എനിവേ താങ്ക് യു.